ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഒന്നാമത്തേത്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മെറിക്ക് സഹായത്തിനായി കൂട്ടുകാരെത്തി. അന്നേ ദിവസത്തെ മെറിയുടെ ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഡയറി കുറിപ്പ് എഴുതുമ്പോൾ ഡേറ്റ് ഉണ്ടായിരിക്കണം, തീയതി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ദിവസവും ഉണ്ടായിരിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് 18/9/2024 തിങ്കളാണ്. വളരെ സന്തോഷവും എന്നാൽ ദുഃഖവും നിറഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. എൻ്റെ എല്ലാമെല്ലാമായ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ദുഃഖം എന്നിൽ നിന്ന് ഇതുവരെയും മാഞ്ഞു പോയിട്ടില്ല. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. മുത്തശ്ശിയെയും മുത്തശ്ശനെയും നോക്കേണ്ട ചുമതല എനിക്ക് ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകാൻ സാധിക്കാത്തതിൻ്റെ സങ്കടം വേറെയും. അതിനിടയിലും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന എൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സങ്കടവും അവസ്ഥയും കണ്ട് സഹായിക്കാൻ വന്ന അവരുടെ ആ മനസ്സിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ സ്നേഹത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ഇത്തരത്തിലുള്ള കൂട്ടുകാർ കിട്ടിയതിൽ അഭിമാനം കൊള്ളുന്നു. ദൈവം അവരെ ഇന്നും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയായിരിക്കണം മെറി ഡയറി എഴുതാൻ സാധ്യതയുള്ളത്. അടുത്തൊരു ചോദ്യം, പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? മലയാളത്തിൻ്റെ മഹാകവിയും സ്നേഹഗായകനുമായ കുമാരൻ ആശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. കുട്ടികൾക്ക് വേണ്ടിയുള്ള നിരവധി കവിതകൾ രചിച്ചിട്ടുള്ള കുമാരൻ ആശാൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അമ്മയുടെ സ്നേഹവും കരുതലും കുഞ്ഞു മനസ്സിൽ എത്രത്തോളം ആശ്വാസമായി മാറുന്നു എന്നും ഈ കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. കുസൃതി നിറഞ്ഞ ജീവിതകാലമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. കുസൃതിയുടെയും കുറുമ്പിൻ്റെയും അനന്തരഫലമായി കുഞ്ഞു പരിക്കുകളുമായി കരഞ്ഞു വരുന്ന കുഞ്ഞിനെ ആശ്വാസവാക്കായി അമ്മ ഓടിയെത്തുന്ന കാഴ്ചയാണ് ഈ കവിതയിലുടനീളം കാണാൻ കഴിയുന്നത്. മകനോട് കരയേണ്ട എന്ന് സ്നേഹത്തോടെ പറയുന്ന അമ്മ അവൻ്റെ മുറിവുകൾ ഓരോന്നും കണ്ടെത്തുന്നു. പനിനീർ മുള്ളേറ്റ് കൈവിരൽ മുറിഞ്ഞതും തൈമാവിൽ കയറി വീണു കാൽമുട്ട് ചതഞ്ഞതും മുകളിൽ നിന്ന് മറിച്ചിട്ട പടം വീണ് നെറുക മുറിഞ്ഞതും കട്ടിലിൽ കയറി പൂങ്കവിൽ മുറിഞ്ഞതും എല്ലാം അമ്മ മനസ്സിലാക്കുന്നു. അമ്മ തല്ലും എന്ന് കരുതി ഇതൊന്നും പറയാതിരുന്ന മകനെ അറിയാ പൈതൽ കളിയാടേറ്റ മുറിവ് ഉണ്ണിക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ ഓരോ ഉമ്മയും മുറിവിൽ വേദനയും അവനെ സന്തോഷവും ആശ്വാസവും ആത്മവിശ്വാസവും നൽകുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നന്മപ്പൂക്കൾ എന്ന പാഠഭാഗത്തിലെ ഏതെങ്കിലും ഒരു രംഗം നാടകമായി അവതരിപ്പിക്കാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് നാടകമായിട്ട് അവതരിപ്പിക്കാം. അതിലെ ഒരെണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പുതിയ സ്കൂൾ അധ്യയനം വർഷം പിറന്നു. കൂട്ടുകാരെല്ലാം മെറിയെ വിളിക്കാൻ വരികയാണ്. കൂട്ടുകാർ പറയാണ്, മെറി നീ എവിടെയാണ്? മെറി, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ, എന്താണ് വിശേഷം? കൂട്ടുകാർ പറയാണ്, ഇന്ന് സ്കൂൾ തുറക്കുകയാണ്, നീ വരുന്നില്ലേ? മെറി, ഞാനില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. കൂട്ടുകാർ, നിനക്ക് പഠിക്കണ്ടേ? നിനക്ക് പഠിച്ച് വലിയ ആളാവണ്ടേ? മെറി, വേണം, പക്ഷേ എൻ്റെ മുത്തശ്ശിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. അവരെ നന്നായി നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് വരുന്നില്ല. അപ്പോൾ കൂട്ടുകാർ വിഷമത്തോടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു രംഗം, ഒരു ചെറിയ രംഗം എടുത്തിട്ട് അത് ഇതുപോലെ സ്ക്രിപ്റ്റായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. അമ്മയും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധമാണ് പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗത്തിലൂടെ കാണാൻ കഴിയുന്നത്. വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. വേദനിച്ചു വരുന്ന കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ അവനെ തല്ലില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അമ്മ അവൻ്റെ അടുത്തിരുന്ന് മുറിവിൽ തലോടിക്കൊണ്ട് ഉമ്മ വെക്കുമ്പോഴാണ് മകൻ്റെ മുഖത്തെ സങ്കടം മാറി പുഞ്ചിരി വിടരുന്നത്. അമ്മയുടെ ചുംബനത്തെ പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ മുഖത്തെ ഭാവമാറ്റത്തെ കാർമേഘം കൂടിയ ചന്ദ്രൻ തെളിഞ്ഞു കാണുന്ന പോലെയുമാണ് കവി പറയുന്നത്. അഥവാ ദുഃഖം മാറി സന്തോഷമായി എന്നർത്ഥം. അത്രയും മഹത്തായ ബന്ധമാണ് ഇടയിലുള്ളത്. അവർക്കിടയിലെ ആ ഒരു ചുംബനം കൊണ്ട് ഉണ്ടായത്. കുട്ടിയുടെ ആ ഒരു സന്തോഷവും വൈകാരികമായിട്ടുള്ള ഭാവമാറ്റവും ഈ വരികളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ ഒരു വൈകാരിക ബന്ധം വിശകലനം ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളോടുള്ള സ്നേഹബന്ധത്തിൻ്റെയും ഉത്തരവാദിത്വവും എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്.
അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് എഴുതുക എന്ന് പറഞ്ഞുതരാം. ഓക്കെ. വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളോടുള്ള ബന്ധവും ദൃഢതയുമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തിരക്ക് പിടിച്ച ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനിടയിൽ ആർക്കും ആരെയും നോക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ സമയം കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വൃദ്ധസദനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നത്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള യാതൊരു വാത്സല്യമോ സ്നേഹമോ കാണാൻ കഴിയുന്നില്ല. സ്നേഹത്തേക്കാൾ പണത്തിനാണ് വില കൽപ്പിക്കുന്നത്. പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ തിരിച്ചു കിട്ടാത്ത ബന്ധങ്ങളെ ഒഴിവാക്കാനും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാനും തയ്യാറാവുകയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്ത ത്യാഗവും കാര്യങ്ങളും എല്ലാം മറന്നു പോകുന്ന ലോകത്താണ് നമ്മൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനെ എഴുതേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാതും കാണുക, നന്നായിട്ട് എക്സാം എഴുതുക. മലയാളമാണ് അത്യാവശ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. എന്നാലേ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.